ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാം ഷോപ്പിങ്ങിന് പോയി. എന്നുവെച്ചാൽ സ്കൂൾ സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ സ്ട്രോൻ്റെ കെട്ട് കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വാങ്ങണം. പക്ഷെ അതിൻ്റെ റേറ്റ് ഉണ്ടെങ്കിൽ ഒരു 25 ഉള്ളൂ ഉണ്ടാവുക. 20 എണ്ണം ഉണ്ടാവും. 20 പീസസാണ് വന്നതിൽ. പക്ഷെ അതിന് 100 അല്ല 250 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. ഒരു പേപ്പർ സ്ട്രോയ്ക്ക് അത്രയും റേറ്റ് കാരണം ഞാൻ പോലും നെറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പേപ്പർ സ്ട്രോ മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 55 പീസസ് ആയിട്ട് ഞാൻ മേക്ക് ചെയ്ത് അതിൽ 10 പീസസ് കൊണ്ട് ഞാൻ വാൾ ഗ്രിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് പേപ്പറൊക്കെ വേണം. പേപ്പർ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പേപ്പറായാൽ മതി. എൻ്റെ കയ്യിലിപ്പോൾ ധാരാളം പേപ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ നല്ല യൂസ് ചെയ്ത പേപ്പർ ഞാൻ എവിടെ വെച്ചത് പോലും ഞാൻ അപ്പോൾ നമുക്ക് മേക്ക് ചെയ്താലോ. ആദ്യം തന്നെ എന്തിൻ്റെയെങ്കിലും ഒരു പേപ്പറോ ബുക്കോ എന്തെങ്കിലും എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവുള്ളത് എടുക്കട്ടോ. നോ കോംപ്രമൈസ് ആയിട്ട്. ഓക്കെ ഇതേമാതിരി ഒരു പേപ്പർ എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് 1 പീസസ് എടുക്കുക. എൻ്റെ കയ്യിൽ ഇവിടെ ചെറുതാത്തിരി അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഈർക്കിളി യൂസ് ചെയ്യാം. പിന്നെ അത് അതിൻ്റെ ഒരു സൈഡിൽ ബാക്കിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ചന്ദനത്തിരി ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ മടക്കി അങ്ങോട്ട് കൊണ്ടുപോവുക. ഇത്രയേ ഉള്ളൂ പണി. ഈ ഒരു പേപ്പർ സ്ട്രോ മേക്ക് ചെയ്യാൻ അധികം ഒന്നും വേണ്ട. അധികമല്ല, ഒരാവശ്യമില്ല. നമുക്കിത് വീട്ടിൽ തന്നെ മേക്ക് ചെയ്യാനുള്ളൂ. ഇതാണ് ഇനി ഇതിൻ്റെ സൈഡ് നമ്മൾ ആവശ്യത്തിന് വേണ്ടി കട്ട് ചെയ്യും. ഇപ്പം എത്രയോളം നമുക്ക് പേപ്പർ സ്ട്രോ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. എല്ലാ പ്രോസസ്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഷോർട്ട്സിൽ ക്രാഫ്റ്റ് സപ്ലൈസ് മേക്ക് ചെയ്യും. കുറേ ക്രാഫ്റ്റ് സപ്ലൈസ് മേക്ക് ചെയ്യുന്ന വീഡിയോ ഇടാം. അപ്പോൾ ഇത്രയും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ പേപ്പർ സ്ട്രോൻ്റെ കെട്ടിൽ ഇപ്പോൾ 50 അല്ല 46 ഉണ്ടാകും. ഇപ്പോൾ